അതിൻ്റെ സിലബസിൽ വരുന്നത് നമുക്ക് ഈ പറഞ്ഞ സയൻറ്റിസ്റ്റുകളൊക്കെ പഠിക്കാനുണ്ട്. അല്ലാണ്ട് വെറുതെ അവരെ കൊണ്ടുവന്ന് അവതരിപ്പിച്ചതല്ല. പാവ്ലോവിനെ പറ്റി നന്നായിട്ട് പഠിക്കാനുണ്ട്. സ്കിന്നർ ഉണ്ട്, പിയാഷെ ഉണ്ട്, ബ്രൂണർ ഉണ്ട്, വൈഗോട്സ്കി ഉണ്ട്, ഗസ്റ്റാൾട്ട് ഉണ്ട്, കോൾബർഗ് ഉണ്ട്. ഇതിലാരെയാണ് നമ്മൾ പറയാത്തത്? കോൾബർഗും ഗസ്റ്റാൾട്ടും വൈഗോട്സ്കിയും. അതൊന്ന് പറയും. പിന്നെ പണ്ട് ഇതിനിടയ്ക്ക് വന്നുപോയൊരു പഠന സിദ്ധാന്തം ഉണ്ട്, പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്. പഴയ ടീച്ചർമാർക്ക് അറിയാം, പ്രശ്നാന്വിത സമീപനം അല്ലേ? അജിത ടീച്ചറെ നമ്മളൊക്കെ അതിൻ്റെ ക്ലാസ് എടുത്താണ്. എല്ലാം പ്രശ്നങ്ങളായിട്ട് കണ്ടുകൊണ്ട് അതിനെപ്പറ്റി പഠിക്കാനുണ്ട്, ചോദിക്കും. പിന്നെ ഇൻ്റലിജൻസ് തിയറീസ്, അതാണ് നമ്മുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറിയും ഇന്നെടുക്കാൻ പോകുന്ന ചില തിയറികളും, തിയറി ഓഫ് സോഷ്യൽ ലേണിംഗ് ഒക്കെ. പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് നിരന്തര മൂല്യനിർണ്ണയം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കും. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, അതിനെക്കുറിച്ചും ഉണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാം. ബന്ദൂര കേട്ടിട്ടുണ്ടോ? ആൽബർട്ട് ബന്ദൂര. ഗാഗ്നയുടെ ഹയാർക്കി തിയറി, ബി എഡിന് പഠിച്ചതാണ്, ഗാഗ്നേസ് ഹയാർക്കി തിയറി. പിന്നെ കൺസ്ട്രക്റ്റിവിസം, അത് വളരെ വിശദമായിട്ട് പഠിക്കാനുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇന്ന് നമുക്ക് പരമാവധി തീർക്കാം. നമുക്ക് ഓരോന്നായിട്ട് പോകാം. ബിഹേവിയറിസം അവസാനിക്കുകയാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ അതിൻ്റെ വർഷമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രസകരമാണ്. 1960 വരെ, നിങ്ങൾ ജനിച്ചിട്ടുണ്ടോ അന്ന് വരെ ഈ ബിഹേവിയറിസം ആയിരുന്നു നാടുവാണിരുന്നത്. അതിനുശേഷമാണ് സ്ട്രക്ചറലിസവും ഗസ്റ്റാൾട്ടും ഒക്കെ വരികയും അവരുടെ സിദ്ധാന്തങ്ങളൊക്കെ വേരുപിടിക്കുകയും ചെയ്തത്. പിന്നീട് വന്നൊരു സിദ്ധാന്തമാണ് കോഗ്നിഷൻ പ്രോസസ്, ബൗദ്ധിക പ്രക്രിയ. കോഗ്നിഷനെ നമുക്ക് എങ്ങനെ പറയാമെന്നറിയാം? കോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? അത് ചോദിക്കാറുണ്ട്. കോഗ്നിഷൻ, COGNITION, അറിയാലോ കോഗ്നിഷൻ. അതിൽ വരുന്നത് എന്തൊക്കെയാണ്? മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് ഉണ്ടാവാറുണ്ട്. അതിലാണ് ഓർമ്മിക്കൽ, ചിന്തിക്കൽ, പ്രശ്നപരിഹരണം, മുൻതോന്നൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നു. ഏതൊക്കെയാ വാക്കുകൾ? ഓർമ്മിക്കൽ, ചിന്തിക്കൽ, പ്രശ്നപരിഹരണം, ആൻറ്റിസിപ്പേഷൻ എന്ന് പറയും, മുൻധാരണ. ഇതെല്ലാം വരുന്നത് കോഗ്നിഷൻ പ്രോസസ്സിലാണ്. ഇപ്പോൾ മനുഷ്യൻ്റെ ബുദ്ധിയെ പറ്റിയുള്ള അന്വേഷണം തുടങ്ങിയപ്പോൾ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള ഒരാൾ വൈഗോട്സ്കിയാണ്. അതുകൊണ്ട് ആദ്യം നാം ഇന്ന് പരിചയപ്പെടുന്നത് വൈഗോട്സ്കിയെ കുറിച്ചാണ്. അപ്പോൾ നല്ല ഭംഗിയിൽ ഹെഡിങ് എഴുതി വയ്ക്കൂ, വൈഗോട്സ്കി. ലെവ് സെമിയണോവിച്ച് എന്നാണ് ശരിയായ പേര്, LEV, സെമിയണോവിച്ച്. റഷ്യക്കാരനാണ്. അപ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ആര് വരണം? വൈഗോട്സ്കി വരണം. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, ജീവിച്ചിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ അറിയില്ലായിരുന്നു. ചെറുപ്പത്തിലെ മരിച്ചുപോയി, 34-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. ജനിച്ച അന്ന് തൊട്ടേ അസുഖമാണ്, ശ്വാസം മുട്ടും എഴുന്നേറ്റിക്കാൻ പറ്റാത്തതും ആയിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം കടന്നുപോയത്. കുത്തിക്കുറിച്ച് അവിടെ ഇവിടെയൊക്കെ ഇതൊക്കെ എഴുതിയിട്ട് മരിച്ചുപോയി. മരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, ഇദ്ദേഹം ഒരു ജീനിയസ് ആണെന്ന സംസാരത്തിൽ നിന്ന് അറിയാമായിരുന്ന അവർ വീടൊക്കെ പരിശോധിച്ചപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ കഷ്ണങ്ങളൊക്കെ കെടുക്കുന്നു കണ്ടു, എഴുതിയത് റഷ്യൻ ഭാഷയിലാണ്. അപ്പം അത് പലരും തപ്പിയെടുത്ത് ഇംഗ്ലീഷിലേക്കും നമ്മുടെ ഭാഷകളിലേക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴാണ് കനപ്പെട്ട ഒരുപാട് നിർദ്ദേശങ്ങളാണ് വൈഗോട്സ്കി എഴുതി വെച്ച് പോയത് എന്ന് തിരിച്ചറിഞ്ഞത്. അത് കണ്ടെത്തിയത് തന്നെ ഏതാണ്ട് 56-ൽ തൊട്ടാണ് വന്നു തുടങ്ങിയതെങ്കിലും 80-ന് ശേഷമാണ് അത് ലോകം ശരിക്കും വായിച്ചത്. 1980-ന് ശേഷം. അന്നു മുതൽ വൈഗോട്സ്കി വിദ്യാഭ്യാസ ചിന്തകരുടെ ആരാധനാമൂർത്തിയായി മാറുകയായിരുന്നു. കാരണം അത്രമാത്രം ശ്രദ്ധേയമായ നിരീക്ഷണങ്ങളാണ്, നിലപാടുകളാണ് അദ്ദേഹം പറഞ്ഞത്. മനുഷ്യൻ എങ്ങനെയാണ് പഠിക്കുന്നത് എന്നതിന് വൈഗോട്സ്കിയേക്കാൾ നല്ലൊരു പുതിയ കാലത്തെ ഉദാഹരിക്കാൻ നമുക്കൊരു സയൻറ്റിസ്റ്റ് ഇല്ല. അതുകൊണ്ട് വൈഗോട്സ്കിയെ നന്നായി മനസ്സിലാക്കി പോകണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ എഴുതി വയ്ക്കൂ. ജനിച്ചത് 1896, റഷ്യ, 34-ൽ മരിച്ചു. ഇനി ഇദ്ദേഹത്തിൻ്റെ ഈ പേപ്പറുകളൊക്കെ കുത്തിക്കെട്ടി 3 പുസ്തകമാക്കിയിട്ടുണ്ട്. ആ 3 പുസ്തകങ്ങളുടെ പേര് പലപ്പോഴും ചോദിക്കും. വൈഗോട്സ്കിയുടെ 3 പുസ്തകങ്ങൾ. ആ പുസ്തകങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കേട്ടറ്റിനും LPSA, UPSA, HSAക്കൊക്കെ മാറി മാറി ചോദിക്കാറുണ്ട്. ഒന്ന് ചിന്തയും ഭാഷയും, തോട്ട് ആൻഡ് ലാംഗ്വേജ്. അടുത്തത് മനസ്സ് സമൂഹത്തിൽ. 3 പെഡഗോജിക്കൽ സൈക്കോളജി. ആ 3 പുസ്തകങ്ങളുടെ പേരും കാണാതെ പഠിക്കണം. ഒന്ന് പറഞ്ഞു നോക്കിയേ. ചിന്തയും ഭാഷയും, മനസ്സ് സമൂഹത്തിൽ, പെഡഗോജിക്കൽ സൈക്കോളജി. ഈ 3 പുസ്തകങ്ങളാണ് വൈഗോട്സ്കി രചിച്ചത്. വൈഗോട്സ്കിയുടെ കടലാസുകൾ കുത്തിക്കെട്ടി അദ്ദേഹത്തിൻ്റെ ശിഷ്യർ ആണ് അത് പ്രസിദ്ധീകരിച്ചത് കേട്ടോ. ഇനി നമുക്ക് വൈഗോട്സ്കിയിലേക്ക് വരാം. വൈഗോട്സ്കിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്താ? ഓർമ്മയുള്ളവർ പറയൂ. സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം.
അപ്പോൾ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാ എന്ന് ചോദിച്ചാൽ വൈഗോട്സ്കിയാണ്. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, മലയാളം സാമൂഹ്യ ജ്ഞാനനിർമ്മിതി വാദം. അതായത് അദ്ദേഹത്തിന് മുന്നേ ജീവിച്ചിരുന്നവരൊക്കെ കുട്ടി പഠിക്കുന്നത് ഏകാഗിയായിട്ടാണെന്നൊക്കെ പറഞ്ഞവരുണ്ട്. പിയാഷിയൊക്കെ അടക്കം കുട്ടി ഏകാഗിയായ ഗവേഷകൻ എന്നൊക്കെയാണ് പിയാഷ് വിശേഷിപ്പിച്ചത്. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി സ്വയമേവ പഠിച്ചുകൊള്ളും. അവൻ്റെ ചുറ്റുപാടിൽ നിന്നും അവൻ്റെ രക്ഷിതാക്കളിൽ നിന്നും ഒക്കെ തിരിച്ചറിഞ്ഞ് ഉൾക്കൊണ്ട് അവൻ വളർന്നോളും. അവന് മറ്റ് എൻവയോൺമെൻറ്റിലൊന്നും വലിയ സാധ്യതയില്ലെന്നൊക്കെയാണ് അവരൊക്കെ പറഞ്ഞു വെച്ചത്. പക്ഷേ വൈഗോട്സ്കി അതിനൊക്കെ നിരാകരിക്കുകയായിരുന്നു. കുട്ടി സാമൂഹ്യപരമായിട്ടാണ് വളരുന്നത്, അവൻ്റെ ചുറ്റുപാടിൽ നിന്നാണ് അവൻ വളരുന്നത് എന്നൊരു കാഴ്ചപ്പാടാണ് അദ്ദേഹം ഉടനീളം ഉയർത്തിയത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കൺസ്ട്രക്റ്റിവിസത്തിന് മുന്നിലൊരു വാക്കുകൂടി ചേർത്ത്, സോഷ്യൽ എന്ന വാക്കുകൂടി ചേർത്ത് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ ഉപജ്ഞാതാവായിട്ട് അദ്ദേഹം അറിയപ്പെടുന്നത്. നോക്കൂ, അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. ശരി, അതിലെ ഒരു പ്രധാന പോയിന്റ് ZPD. എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഒന്ന് എഴുതി അതിൻ്റെ ഫുൾ ഫോം. അതൊക്കെ ചോദിക്കും. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. സോൺ, ZONE, സോൺ ഓഫ് പ്രോക്സിമൽ, PROXIMAL, ഡെവലപ്മെൻറ്റ്. അപ്പോൾ ZPD എന്താ ഫുൾ ഫോം? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. ഒരിക്കൽ P എന്താണെന്ന് ചോദിച്ചിരുന്നു. ZPDയിലെ P എന്നാൽ താഴെ പറയുന്നതിൽ ഏതാണ്? അപ്പോൾ എല്ലാവരും പ്രോക്സിമൽ ഒന്നല്ലേ എഴുതിയത്, പ്രൈമറി എഡ്യൂക്കേഷൻ എന്നിട്ടൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ അങ്ങനെയുള്ള ചോദ്യങ്ങളാവാം. ഇപ്പോൾ ഒരു കുട്ടി, ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. ഒരു ചെറിയ കൊച്ച്, 2 വയസ്സുള്ളൂ. അത് അച്ഛൻ കുളിക്കുന്ന കണ്ടപ്പോൾ കുളത്തിലേക്ക് ഇറങ്ങി. കുളത്തിലിറങ്ങി അച്ഛൻ്റെ കൂടെ കുളിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ ആ കുട്ടിക്ക് നീന്താൻ അറിയില്ല. അപ്പോൾ ആ കുട്ടി കരയിലിരുന്ന് പതുക്കെ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ ഇഴയും നഴയുമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അച്ഛൻ അവൻ്റെ കൈയൊക്കെ പിടിച്ച് വാടാ നീന്തിക്കോ എന്നൊക്കെ പറഞ്ഞ് നല്ല സപ്പോർട്ട് കൊടുക്കുകയാണ്. ആ സപ്പോർട്ട് കൊടുക്കുന്നതിൻ്റെ ഭാഗമായി അച്ഛനോടൊപ്പം അച്ഛൻ്റെ കൈകളുടെ ഒരു സ്കഫോൾഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ആ കുട്ടി നീന്താൻ ശ്രമിക്കുകയും പതുക്കെ നീന്തൽ അഭ്യസിക്കുകയും പിന്നെ അച്ഛൻ ഒരു ട്യൂബ് സംഘടിപ്പിച്ച് കൊടുത്തതോടുകൂടി കുറേ കൂടി ആത്മവിശ്വാസമായി കുട്ടി കുളത്തിൽ നീന്തി കുറച്ച് കാലങ്ങൾക്ക് ശേഷം നീന്തൽ പഠിക്കുകയും ചെയ്തു. ഈ എക്സ്പെരിമെൻ്റ് നിങ്ങൾക്ക് കാണാൻ സാധിച്ചല്ലോ ഇല്ലേ? ഇതാണ് സ്കഫോൾഡിങ്. അപ്പോൾ ഒരു കുട്ടിക്ക് സ്വയം എത്തിച്ചേരാവുന്ന ഒരു നിലയുമുണ്ട്, മറ്റുള്ളവരുടെ സഹായത്താൽ എത്തിച്ചേരാവുന്ന ഒരു നിലയുമുണ്ട്. 2 വാക്കുകളാണ് ഞാൻ ഉപയോഗിച്ചത്. ആ വാക്കുകൾ എഴുതി വയ്ക്കണം. ഒന്ന്, ഒരു കുട്ടിക്ക് സ്വയം എത്തിച്ചേരാവുന്ന നില. കുട്ടിക്ക് സ്വയം എത്തിച്ചേരാവുന്ന നില. അതിനെ അദ്ദേഹം ZPDയിൽ ഒരു ഇംഗ്ലീഷ് അക്ഷരം കൊണ്ടാണ് വിവക്ഷിച്ചത്. ഏതാ ഇംഗ്ലീഷ് അക്ഷരം? എക്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എക്സ്. ഒരു കുട്ടിക്ക് സ്വയം എത്തിച്ചേരാവുന്ന നില, കറൻറ്റ് എബിലിറ്റി ലെവൽ. ഇംഗ്ലീഷിൽ അങ്ങനെയാണ്, കറൻറ്റ് എബിലിറ്റി ലെവൽ. പരീക്ഷയ്ക്ക് ടെറ്റിനെ ചോദിക്കാൻ ഇങ്ങനെയാണ് സാധ്യത. എക്സ് ഉദ്ദേശിക്കുന്നത് എന്താണ്? വൈഗോട്സ്കിയുടെ ZPDയിൽ എക്സ് വിവക്ഷിക്കുന്നത് എന്ന് പറഞ്ഞ് 4 എണ്ണം തരും. അപ്പോൾ എക്സ് എന്താ ഒന്ന് പറഞ്ഞോളൂ. കറൻറ്റ് എബിലിറ്റി ലെവൽ, കുട്ടിക്ക് സ്വയം എത്തിച്ചേരാവുന്ന നില. നിങ്ങളുടെ ആരുടെയും സഹായം വേണ്ട, കുട്ടി ഒറ്റയ്ക്ക് എത്തിച്ചേരും. അതാണ് കുട്ടി താഴെ ഇരുന്ന് ആ 1ാമത്തെ പടിയിലിരുന്ന് നീന്താൻ നോക്കിയത്. അവിടെ അധികം വെള്ളമില്ലല്ലോ. ഇനി അടുത്തത്, മറ്റുള്ളവരുടെ സഹായത്താൽ എത്തിച്ചേരാവുന്ന നില. അതാണ് എന്ത്? X+1. ഇത് രണ്ടും ചോദിക്കാറുണ്ട്. X+1 എന്താണ്? മറ്റുള്ളവരുടെ സഹായത്താൽ എത്തിച്ചേരാവുന്ന നില. ഇംഗ്ലീഷിൽ എന്തായിരിക്കും? മറ്റേത് കറൻറ്റ് എബിലിറ്റി ലെവലാണെങ്കിൽ ഇത് പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ. പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ. നോക്കൂ, ഇതിലെവിടെയാണ് ZPD? നിങ്ങൾ അതിൻ്റെ ഒരു ചിത്രം ആർക്കൊക്കെ വരയ്ക്കാൻ പറ്റും? ZPD ഒരു ചിത്രം ഉണ്ടല്ലോ. എങ്ങനെയാ ചിത്രം? ഒരു L വരച്ചിട്ട് അങ്ങനെ ഒരു L വരയ്ക്കുക. ആരെങ്കിലും അറിയുന്നവർ സമീപത്തിരിക്കുന്നവർക്ക് പരസ്പരം കാണിച്ചു കൊടുക്കുക. ZPDയുടെ ചിത്രം ഒന്ന് വരച്ചിട്ട് ഒരു L വരയ്ക്കുക. L വരച്ചോ? അതിൻ്റെ Lൻ്റെ അടിയിൽ ഇപ്പോൾ L ഇങ്ങനെ നോക്കൂ, നിങ്ങൾ കണ്ടാൽ മതി. ഇതാ ഇങ്ങനെ ഒരു L കാണുന്നില്ലേ? അതിൽ ഏറ്റവും അടിയിൽ X എന്ന് എഴുതാം. അവിടെയാണ് എന്തെഴുതേണ്ടത്? കറൻറ്റ് എബിലിറ്റി ലെവൽ. ഏറ്റവും മുകളിലാണ് X+1 എഴുതേണ്ടത്. ഏറ്റവും മുകളിൽ ആ വര അവസാനിച്ച സ്ഥലത്ത്.
അതാണ് മറ്റുള്ളവരുടെ സഹായത്താൽ എത്തിച്ചേരാവുന്ന നില. അതായത് ഏതൊരു കുട്ടിക്കും ഏതൊരു പഠനത്തിലും സ്വയം ചെയ്യാവുന്ന ഒരു നിലയുമുണ്ട്, നിങ്ങളോ മറ്റുള്ളവരോ സഹായിച്ച് കുട്ടിയെ എത്തിക്കാവുന്ന ഒരു നിലയുണ്ട്. ഇതിനിടയിൽ നടുക്ക് ഒരു മണ്ഡലം സൃഷ്ടിക്കുകയാണ്. അതാണ് സെറ്റ് പി ഡി. അതിന് 2 വര ഇങ്ങനെ സമാന്തരമായിട്ട് വരയ്ക്കണം. 2 വര. ആരെങ്കിലും വരച്ചവരുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചേ സെറ്റ് പി ഡിയുടെ ചിത്രം. ദേ കാണുന്നുണ്ടോ? ഇങ്ങനെ ഒരു വര. ഇതിൽ ഇവിടെ എക്സ്, ഇവിടെ x+1 എഴുതിയല്ലോ. ഇനി ഇവിടെ ഇങ്ങനെ ഒരു വര, ഇങ്ങനെ ഒരു വര, കണ്ടോ? എന്നിട്ട് അതിലാണ് ഇങ്ങനെ ഡാഷ് ഇടേണ്ടത്. ഇങ്ങനെ ഇടാം. ഇതാണ് സെറ്റ് പി ഡി. ഇങ്ങനെ നടുക്ക് വരച്ച സ്ഥലമുണ്ടല്ലോ, അതാണ് സെറ്റ് പി ഡി. ആ സെറ്റ് പി ഡിക്കുള്ള മലയാളം വികാസത്തിൻ്റെ സമീപസ്ഥ മണ്ഡലം. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാവും. ഏതൊരു പ്രവർത്തനം എടുത്താലും ഇങ്ങനെയുണ്ട് ക്ലാസ്സിൽ. നമ്മുടെ ഒന്നും സഹായം ഇല്ലാണ്ട് എത്തിച്ചേരുന്നതുണ്ട്, നമ്മുടെ സഹായത്തോടു കൂടി എത്തിച്ചേരാവുന്നതുണ്ട്. അതിനാണ് ബ്രൂണർ പണ്ട് വിശേഷിപ്പിച്ച സ്കഫോൾഡിങ് വൈഗോട്സ്കി എടുത്ത് കുറേ ഉദാഹരണങ്ങൾ വാരി വിതറിയത്. ആ ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണം. ആ ഉദാഹരണങ്ങൾ അറിഞ്ഞാലാണ് സെറ്റ് പി ഡിക്ക് ഒരു ഉദാഹരണമാണ് താഴെ പറയുന്നതിൽ ഇന്നത് എന്ന് കണ്ടെത്താൻ പറ്റുക. അപ്പോൾ ഞാനതുകൊണ്ട് കുറച്ച് ഉദാഹരണങ്ങൾ പറയാം, പിന്നെ നിങ്ങളാണ് പറയേണ്ടത്. നമ്മൾ ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന ഗ്ലോബ് ഉണ്ടല്ലോ, ഗ്ലോബ്, അതിലെവിടെയാണ് സ്കഫോൾഡിങ്? നോർത്തും സൗത്ത് ആണോ? ഒരു സ്റ്റാൻഡ്, അച്ചുതണ്ട്, അത് ഭൂമിയിൽ ഇല്ലല്ലോ. ഉണ്ടോ? പഠിക്കാനുള്ള എളുപ്പത്തിനും കൊണ്ടു കിടക്കാനുള്ള എളുപ്പത്തിനുമാണ് അച്ചുതണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അല്ലേ? ആ സ്റ്റിക്ക് അറിയാലോ. അപ്പോൾ ആ അച്ചുതണ്ട് ഒരു സ്കഫോൾഡിംഗ് ആണെന്ന് പറയാം. അബാക്കസ് ഒരു സ്കഫോൾഡിംഗ് ആണെന്ന് പറയാം. നീന്തൽ പഠിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ടയർ, ട്യൂബ് ഒരു സ്കഫോൾഡിംഗ് ആണെന്ന് പറയാം. സൈക്കിൾ ഔട്ട് പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു പ്രത്യേക സ്റ്റാൻഡ് വയ്ക്കില്ലേ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീഴാണ്ടിരിക്കാൻ, അതൊരു സ്കഫോൾഡിംഗ് ആണ്. അത് ആ ധൈര്യത്തിൽ കുട്ടി അത് പഠിച്ചോളും. വരി വളഞ്ഞു പുളഞ്ഞു പോകുന്ന കുട്ടികൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യമുണ്ട്. ആദ്യം വര ഇട്ട് കൊടുക്കും, എന്നിട്ട് എഴുതി കഴിഞ്ഞിട്ട് വര മാറ്റി കളയും അല്ലേ? അതും ഒരു സ്കഫോൾഡിംഗ് ആണെന്ന് പറയാം. ഇനി ഇവിടെ തേക്കാൻ, ഇവിടെ മുകളിൽ തേക്കാൻ നേരിട്ടെത്തില്ല, അപ്പോൾ ഇവിടെ ഒരു സ്കഫോൾഡിംഗ് ഇടും, ശരിക്കുള്ള സ്കഫോൾഡിംഗ് അല്ലേ? ഒരു തട്ടിടും, എന്നിട്ട് അതുമ്മ കയറി എന്നിട്ടാണ് തേക്കുക. തേച്ച് കഴിഞ്ഞാൽ ഈ സ്കഫോൾഡിംഗ് എടുത്ത് മാറ്റും. അപ്പോൾ ഇതെല്ലാം സ്കഫോൾഡിങ്ങിനുള്ള കുറേ ജീവിത ഉദാഹരണങ്ങളാണ്. ഇത്തരം ഏതെങ്കിലും ഒരു ഉദാഹരണം തന്നിട്ട് നിങ്ങളോട് സ്കഫോൾഡിങ്ങിന് അനുയോജ്യമായത് കണ്ടെത്താനായിട്ട് ആവശ്യപ്പെടും. അതാണ് അതിൽ വരാവുന്നൊരു ചോദ്യം. കൈത്താങ് എന്നാണ് സ്കഫോൾഡിങ്ങിൻ്റെ മലയാളം. സ്കഫോൾഡിങ്, കൈത്താങ്. അപ്പോൾ സെറ്റ് പി ഡി എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം നൽകിയ ഒരു ഡെഫിനിഷൻ ഇങ്ങനെയാണ്: ഒരു കുഞ്ഞിന് ഇന്ന് സഹായത്തോടെ ചെയ്യാവുന്നതും, ഒരു കുഞ്ഞിന് ഇന്ന് സഹായത്തോടെ മാത്രം ചെയ്യാവുന്നതും നാളെ സ്വയം ചെയ്യാവുന്നതും ആയ സമീപസ്ഥ വികസന മണ്ഡലം, അതിനെക്കുറിച്ചാണ് വൈഗോട്സ്കി വിശദീകരിച്ചത്. ഇനി അദ്ദേഹത്തിൻ്റെ ചില പ്രത്യേകതകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെയാണ് അത് പറയാവുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സെൻറ്റൻസാണ്: മനുഷ്യ ശിശു ജന്മന സാമൂഹ്യ സ്വഭാവിയാണ്. എന്താ ഇതിനർത്ഥം? ജനിക്കുമ്പോൾ തൊട്ടേ കുട്ടിക്ക് എല്ലാവരും വേണം, സാമൂഹിക സ്വഭാവം കാണിച്ചു തുടങ്ങും ജനിക്കുമ്പോൾ തൊട്ട്. അതാണ് വൈഗോട്സ്കിയുടെ ഒരു പ്രധാന കൺസെപ്റ്റ്. മനുഷ്യ ശിശു ജന്മന സാമൂഹ്യ സ്വഭാവിയാണ്. അടുത്തൊരു പോയിന്റ്, സാമൂഹ്യ പഠിതാവാണ് കുട്ടി. എന്തിനാ ഈ സെൻറ്റൻസ് ഒക്കെ ഇങ്ങനെ എഴുതിയിരിക്കുന്നതെന്നറിയോ? എങ്ങനെയായിരിക്കും ചോദിക്കുക? സാമൂഹ്യ പഠിതാവാണ് കുട്ടി എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ എന്നാ ചോദിക്കുക. അപ്പോൾ വൈഗോട്സ്കിയെ ഓർക്കണം. മൂന്നാമത്തെ പോയിന്റ്, മത്സരമല്ല സഹകരണമാണ് ക്ലാസ്സിൽ നടക്കേണ്ടത്. ശ്രദ്ധിച്ചോ? ആണോ? അങ്ങനെയാണോ ക്ലാസ്സിൽ ഇപ്പം നടക്കുന്നത്? മത്സരമല്ല സഹകരണമാണ് ക്ലാസ്സിൽ നടക്കേണ്ടത്. അടുത്തൊരു പോയിന്റ്, കുട്ടി ശേഷി നേടുന്നതോടെ സഹായം കുറച്ചു കൊണ്ടുവരണം. അടുത്തൊരു പോയിന്റ്, സഹവർത്തിക്കുമ്പോൾ ഒരാൾ മറ്റൊരാളിൽ നിന്നും പഠിക്കുന്നു. ഇനി വൈഗോട്സ്കി മുന്നോട്ട് വെച്ച ലേണിംഗ് ഉണ്ട്, പലതരം ലേണിങ്ങുകൾ. അതാണ് ഇനി പറയാൻ പോകുന്നത്. ഏതൊക്കെയാണ്? പിയർ ലേണിംഗ്, പിയർ ഗ്രൂപ്പ് ലേണിംഗ് അല്ലേ? ഒന്ന് പിയർ ഗ്രൂപ്പ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ മലയാളം? ഒന്ന് തൊട്ട് എഴുതിക്കോ. പിയർ ഗ്രൂപ്പ് ലേണിംഗ് വൈഗോട്സ്കിയുടെ ആശയമാണ്. നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യുന്നുണ്ടാവും ഇടയ്ക്കിടയ്ക്ക്. സമസംഘ പഠനം എന്നൊക്കെ പറയും. അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും. ഒരേ പോലെയുള്ള കുട്ടികളെ ഗ്രൂപ്പാക്കും, സമസംഘങ്ങളാക്കി
കുട്ടികളെ പഠനത്തിൽ ഏർപ്പെടുത്തിക്കും. അതാണ് പിയർ ഗ്രൂപ്പ് ലേണിംഗ്. അടുത്തത് സംവാദാത്മക പഠനം. സോഷ്യൽ സയൻസിലാണ് അതിന് കൂടുതൽ സാധ്യത. പല വിഷയങ്ങളും കുട്ടികൾ തന്നെ തർക്കിച്ചും സംവദിച്ചും അല്ലേ, വിമർശിച്ചും അനുകൂലിച്ചും അവർ തന്നെ നിലപാടുകളിലേക്ക് എത്തിച്ചേരുന്ന സംവാദാത്മക പഠനം. അത് ക്ലാസ് റൂമിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് വൈഗോട്സ്കിയുടെ സംവാദാത്മക പഠനം എന്ന് പറയും. 3, വളരെ പ്രധാനപ്പെട്ടത് കോപ്പറേറ്റീവ് ലേണിംഗ്, സഹകരണാത്മക പഠനം, പങ്കിട്ട് പഠിക്കലാണത്. അടുത്തത് സഹവർത്തിത പഠനം, കൊളാബറേറ്റീവ് ലേണിംഗ്. കൊളാബറേറ്റീവ് ലേണിംഗ് നോക്കൂ, ഇതാണ് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒന്ന്, എല്ലാവർക്കും മാറിപ്പോകുന്ന ഒന്ന്. കോപ്പറേറ്റീവ് ലേണിങ്ങും കൊളാബറേറ്റീവ് ലേണിംഗ്, ആ രണ്ടെണ്ണം തൊട്ടാൽ മതി. മറ്റുള്ളതൊക്കെ ഈ 2 ടേംസ് ഏതാ, കോപ്പറേറ്റീവ് ലേണിങ്ങും കൊളാബറേറ്റീവ് ലേണിംഗ്, അത് നന്നായിട്ട് തിരിച്ചറിഞ്ഞ് പഠിക്കണം. ഒന്ന് പറഞ്ഞു നോക്കൂ, എന്താണ് സഹകരണാത്മക പഠനം, എന്താണ് സഹവർത്തിത പഠനം? ഒന്ന് സഹകരണം, മറ്റേത് സഹവർത്തിത്വം. ഉദാഹരണമായിട്ട് കേരളത്തിലെ 14 ജില്ലകളെക്കുറിച്ചും പഠിക്കാനുണ്ട്. അപ്പോൾ ടീച്ചർ അതിൻ്റെ എളുപ്പത്തിന് എന്ത് ചെയ്യുമെന്ന് അറിയാം, ഒരു 10-14 ഗ്രൂപ്പാക്കുകയാണ് കുട്ടികളെ. ഓരോ ഗ്രൂപ്പിന് ഓരോ ജില്ല കൊടുക്കുകയാണ്. എന്നിട്ട് ആ ജില്ല അവർ പഠിച്ച് അവതരിപ്പിക്കണം. അപ്പോൾ ഒരു കൂട്ടർ തൃശ്ശൂർ, മറ്റൊരു കൂട്ടർ എറണാകുളം, അങ്ങനെ ഓരോ ഗ്രൂപ്പിനും ഓരോ വിഷയങ്ങൾ കിട്ടുകയാണ്. അപ്പോൾ അത് അവർ അവതരിപ്പിച്ചാൽ മതി. അവർ അവതരിപ്പിക്കുന്നതോടുകൂടി എല്ലാവരും അവതരിപ്പിച്ച് കഴിയുമ്പോൾ കേരളം ആ ക്ലാസ്സിൽ വ്യക്തമാവും. അതിനെയാണ് സഹകരണാത്മക പഠനം എന്ന് പറയുന്നത്. കോപ്പറേറ്റീവ് ലേണിംഗ്, പങ്കിട്ട് പഠിക്കുക. ഇപ്പം മലിനീകരണം എടുക്കാൻ പോവുകയാണ്. മലിനീകരണം ഒരു വലിയ വിഷയമാണ്, വാസ്തു വിഷയമാണ്. അതുകൊണ്ട് അതിനെ ടീച്ചർ വായു മലിനീകരണം നിങ്ങൾ പഠിക്കൂ, ജലമലിനീകരണം ഇവർ പഠിക്കൂ, അന്തരീക്ഷ മലിനീകരണം അവർ പഠിക്കൂ എന്നൊക്കെ പറഞ്ഞിങ്ങനെ മലിനീകരണം തന്നെ ഉപവിഷയങ്ങളാക്കി ടീച്ചർ വിഭജിക്കുകയാണ്. ഓരോ ഗ്രൂപ്പിന് ഓരോ വിഷയം കൊടുക്കുകയാണ്. ആ വിഷയങ്ങൾ മാത്രം അവർ പഠിച്ച് അവതരിപ്പിക്കുന്നതോടുകൂടി ക്ലാസ്സിൽ അത് മൊത്തം എല്ലാവരുടേതുമായി മാറുന്നു. അതാണ് ഏത് ലേണിംഗ്? കോപ്പറേറ്റീവ് ലേണിംഗ്. മലയാളം സഹകരണാത്മക പഠനം. അപ്പോൾ അത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ബുക്കിലേക്ക് എഴുതി വയ്ക്കുക. ഇനി സമാനമായ ഉദാഹരണങ്ങൾ നിങ്ങൾ കണ്ടെത്തി വെക്കണം. കാരണം പരീക്ഷയ്ക്ക് ഏതെങ്കിലും ഒരു പാഠത്തിൽ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറയും. ഒരു ടീച്ചർ ക്ലാസ്സിൽ ഇങ്ങനെയൊരു ആക്ടിവിറ്റി ചെയ്യിക്കുന്നു, ഇത് ഈ 4 തരും, ഇതിലേതാണെന്ന് ചോദിക്കും. ഏതാ 4 തരിക? കോപ്പറേറ്റീവ് ലേണിംഗ്, കൊളാബറേറ്റീവ് ലേണിംഗ്, മറ്റേ സംവാദാത്മക പഠനവും സമസംഘ പഠനവും തരും. എല്ലാത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷും ഉണ്ടാവും കേട്ടോ, അതുകൊണ്ട് പേടിക്കാനില്ല. അപ്പോൾ അത് തിരിച്ചറിയണം. ഇനി അടുത്തിലേക്ക് വരികയാണ്, അതാണ് ഏത്? കൊളാബറേറ്റീവ് ലേണിംഗ്. അതിനെക്കുറിച്ചാണ് കൂടുതൽ പഠിക്കാനുള്ളത്. കൊളാബറേറ്റീവ് ലേണിംഗ് അത് സഹവർത്തിത പഠനമാണ്. അതിൻ്റെ മലയാളം സഹവർത്തിത പഠനമാണ്. അതിൽ ഓരോ കുട്ടിക്കും ഓരോ പഠന ലക്ഷ്യം ഉണ്ടായിരിക്കും. നേരത്തെ അത് ഗ്രൂപ്പിനാണ്, ഇവിടെ ഓരോ കുട്ടിക്കും കൊടുക്കുകയാണ് ഓരോ ഉത്തരവാദിത്തങ്ങൾ, കടമകൾ. അപ്പം അതുകൊണ്ട് കുട്ടികൾ വികേന്ദ്രീകരിക്കപ്പെട്ട ചുമതലകൾ നിർവഹിക്കുകയാണ് ക്ലാസ്സിൽ. അപ്പോൾ ആർക്കും വെറുതെ ഇരിക്കാൻ പറ്റില്ല, എല്ലാവരും എൻഗേജ്ഡ് ആയിരിക്കും. അതാണ് സഹവർത്തിത പഠനത്തിൻ്റെ പ്രത്യേകത. കുട്ടിയിൽ കേന്ദ്രീകരിക്കുന്ന ഒരു വിദ്യാഭ്യാസമാണത്. ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസം വൈഗോട്സ്കി പറഞ്ഞു തുടങ്ങുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് കൊളാബറേറ്റീവ് ലേണിംഗ് ലോകം വളരെ ശ്രദ്ധയോടുകൂടിയാണ് കേൾക്കുകയും ഉൾക്കൊള്ളുകയും നടപ്പാക്കുകയും ചെയ്തത്. അതുകൊണ്ട് ഇനി നാം പറയാൻ പോകുന്നതൊക്കെ കൊളാബറേറ്റീവ് ലേണിങ്ങിൻ്റെ പ്രത്യേകതകളാണ്. കൊളാബറേറ്റീവ് ലേണിങ്ങിൻ്റെ പ്രത്യേകതകൾ ഒന്ന് ചുരുക്കി എഴുതുക. ഒന്ന്, ജ്ഞാനനിർമ്മിതിവാദത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് കൊളാബറേറ്റീവ് ലേണിംഗ്. ജ്ഞാനനിർമ്മിതിവാദം എന്ന് പറഞ്ഞാൽ മലയാളമാണ് പറഞ്ഞത്, ഇംഗ്ലീഷ്. ജ്ഞാനം നിർമ്മിക്കുന്ന വാദം. ഓരോ കുട്ടിയും അറിവിൻ്റെ നിർമ്മാതാവാണ് എന്ന് പറയുന്ന വാദം, അതിന് ഇംഗ്ലീഷ് പേര് കൺസ്ട്രക്റ്റിവിസം. എന്താ സംശയം? കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ മലയാളമാണ് ഏത്? ജ്ഞാനനിർമ്മിതിവാദം. ഇന്ന് മുഴുവൻ പറയുന്നതും എന്താണ്? കൺസ്ട്രക്റ്റിവിസത്തെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞത് മുഴുവൻ ബിഹേവിയറിസ് ആണെങ്കിൽ ഇനി നിങ്ങൾ സിനിമ മാറി കൺസ്ട്രക്റ്റിവിസത്തിലേക്ക് എത്തണം. കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ മലയാളമാണ് ജ്ഞാനനിർമ്മിതിവാദം. ജ്ഞാനനിർമ്മിതിവാദത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ ഒരു ലേണിംഗ് ആണ്, പഠന രീതിയാണ് കൊളാബറേറ്റീവ് ലേണിംഗ്. അപ്പോൾ കൊളാബറേറ്റീവ് ലേണിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാണ് പറഞ്ഞത് ഏത്? ജ്ഞാനനിർമ്മിതിവാദത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ പ്രവർത്തനം നടക്കുന്നത്. 2, പഠിതാവിനെ അംഗീകരിക്കുന്നു. അതിനെ ഒന്നുകൂടി നല്ലൊരു വാക്കാക്കി ആർക്കെങ്കിലും പറയാമോ? ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസം. 3, കോഗ്നിഷന് നല്ല പ്രാധാന്യം,
ചിന്താ പ്രക്രിയ, കോഗ്നിഷൻ നമ്മൾ തുടങ്ങിയപ്പോൾ പറഞ്ഞല്ലോ. പിന്നെ കൊളാബറേറ്റീവ് ലേണിങ്ങിലുള്ളൊരു പ്രത്യേകത നിങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, 2-3 തരം വിലയിരുത്തലുകളുണ്ട്. എന്തൊക്കെയാ? സ്വയം വിലയിരുത്തൽ, പരസ്പരം വിലയിരുത്തൽ, അല്ലേ? ഇത് രണ്ടും കൊളാബറേറ്റീവ് ലേണിങ്ങിൽ വരുന്നുണ്ട്. സ്വയം വിലയിരുത്തലും പരസ്പരം വിലയിരുത്തലും. മറ്റൊന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, സെറ്റ് പി ഡിയിൽ അധിഷ്ഠിതമാണ് ഈ കൊളാബറേറ്റീവ് ലേണിംഗ്. അതെങ്ങനെയാ? സ്കഫോൾഡിങ് എന്ന് പറഞ്ഞാൽ കൈത്താങ് നൽകൽ. പിടികിട്ടിയില്ലേ കാര്യം എന്താണ്? ഏതൊരു പ്രവർത്തനം ചെയ്യുമ്പോഴും കുട്ടി ഒറ്റയ്ക്കിരുന്ന് പഠിക്കലല്ല, നിങ്ങളുടെ സഹായത്തോടു കൂടി അവന് എത്തിച്ചേരാവുന്ന മണ്ഡലത്തിലേക്ക് എത്തിക്കലാണ്. അപ്പം അതിന് സൈക്കിൾ ചവിട്ട് പഠിക്കാൻ മറ്റേ സ്റ്റാൻഡ് ഇട്ട് കൊടുത്ത പോലെ, വരി തെറ്റി പോകാതിരിക്കാൻ വരയിട്ടതുപോലെ, എല്ലാ പ്രവർത്തനത്തിനും ക്ലാസ് ടീച്ചർമാർ കുട്ടിയെ ഉയർന്ന നിലയിലേക്ക് എത്തിക്കാൻ ഒരു അഡീഷണൽ സപ്പോർട്ട് കൊടുത്ത് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളാണ് കൊളാബറേറ്റീവ് ലേണിങ്ങിൽ ഉടനീളം നടക്കുന്നത്. ക്ലിയറായെന്ന് വിചാരിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം, വളരെ രസകരമായൊരു കാര്യമാണ്, ടീച്ചറും കുട്ടികളും അധികാരം പങ്കുവയ്ക്കുന്നു. അതെന്താ? നിങ്ങൾ അധികാരം വിട്ടുകൊടുക്കാറുണ്ടോ കുട്ടികൾക്ക് ക്ലാസ്സിൽ? അധികാരം എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ സ്വാതന്ത്ര്യമുണ്ടോ, ജനാധിപത്യമുണ്ടോ, സഹകരണ ജനാധിപത്യമുണ്ടോ? അതാണ് ചോദിക്കുന്നത്. വൈഗോട്സ്കി പറയുന്നത് അവിടെ ഒരു ഏകാധിപതിയല്ല ടീച്ചർ. അതുകൊണ്ടാണ് ടീച്ചർക്ക് അദ്ദേഹം ഫെസിലിറ്റേറ്റർ എന്ന വാക്ക് ഉപയോഗിച്ചത്. ഫെസിലിറ്റേറ്റർ. ടീച്ചർ ഒരു മെൻറ്ററാണ്, ഫെസിലിറ്റേറ്ററാണ്, പഠനത്തിൽ സഹപങ്കാളിയാണ്, അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെ പറഞ്ഞത് ആരാന്ന് ചോദിക്കൂ കേട്ടോ. ഇപ്പോൾ ടീച്ചറും കുട്ടികളും ഒന്നിച്ചാണ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് വൈഗോട്സ്കിയുടെ ആശയങ്ങൾക്ക് വലിയ പ്രാധാന്യം കൈവന്നിട്ടുള്ളത്. കൺസ്ട്രക്റ്റിവിസം ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതിന് കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. നിങ്ങളുടെ ക്ലാസ് ഒരു കൺസ്ട്രക്റ്റിവിസം ക്ലാസ് ആണോ എന്നറിയാൻ ഇനി പറയുന്ന ഘടകങ്ങൾ വളരെ പ്രധാനമാണ്. അതിലൊന്നാമത്തെ ഘടകം ലക്ഷ്യനിർണയാവകാശം പഠിതാക്കൾക്കെന്നാണ്. അതായത് നിങ്ങൾ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്ന ഒരു ആശയം അവതരിപ്പിക്കുകയും അത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കുട്ടികൾ തന്നെ തീരുമാനിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നടപ്പാക്കാറുണ്ടോ? ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ വേഗം മനസ്സിലാവും. നിങ്ങൾ ക്ലാസ്സിൽ സ്വാതന്ത്ര്യ സമരം എടുത്തു കഴിഞ്ഞു അല്ലെങ്കിൽ എടുക്കാൻ പോകുന്നു. അപ്പോൾ കുട്ടികളോട് പറയുകയാണ്, നാളെ വരുമ്പോൾ എല്ലാവരും അതൊരു കഥാരൂപത്തിൽ എഴുതിക്കൊണ്ടുവരണം. വേറൊരു ടീച്ചർ പറയുകയാണ് ഇത് കവിതാരൂപത്തിൽ എഴുതിക്കൊണ്ടുവരണം. വേറൊരു ടീച്ചർ പറയുകയാണ് ഇതിന് ചിത്രം വരച്ചുകൊണ്ട് വരണം. ഇങ്ങനെ പല ഡിസ്കോഴ്സുകൾ ടീച്ചർ നിർദ്ദേശിക്കുകയാണ്. ടീച്ചർക്ക് ഇഷ്ടമുള്ള ഡിസ്കോഴ്സാണ് ടീച്ചർ പറയുന്നത്. കേട്ടല്ലോ? ഇങ്ങനെ നമ്മൾ ചെയ്തു പോകാറുണ്ട്. ഏത് പാടെടുക്കുമ്പോഴും അത് നാളെ ഇന്നതാക്കി കൊണ്ടുവരുമെന്ന് പറയും. നാടകമാക്കി വരൂ, കഥാപ്രസംഗമാക്കി വരൂ എന്നൊക്കെ പറയാറുണ്ടല്ലോ. അങ്ങനെ പറയുന്ന ഒരു ടീച്ചർ വൈഗോട്സ്കിയുടെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ കൺസ്ട്രക്റ്റിവിസം ക്ലാസ് ടീച്ചറുടെ അഭിപ്രായത്തിൽ ബിഹേവിയറിസ്റ്റ് രീതിയാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇത് എടുത്തു കഴിഞ്ഞാൽ പറയാ, കുട്ടികളെ ഇതിനാരാ ചിത്രം വരച്ചുകൊണ്ട് വരിക? അപ്പം ഞാനും ചിത്രം വരയ്ക്കാം. ശരി, നിങ്ങൾ ചിത്രം വരച്ചോ. ഇതിനാരാ കഥാപ്രസംഗാക്ക? ഞാൻ. ശരി, നീ അത് കഥാപ്രസംഗാക്കിക്കോ. ഇതിനാരാ നാടകാക്ക? ഞങ്ങൾ. എന്നാൽ നിങ്ങളത് നാടകാക്കൂ. ഇങ്ങനെ കുട്ടികളുടെ താല്പര്യത്തിനനുസരിച്ച് വിട്ടുകൊടുക്കുന്ന ടീച്ചറാണ് ജനാധിപത്യ ടീച്ചർ. അവരാണ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ടീച്ചർ. അല്ലാതെ നിങ്ങളുടെ ആഗ്രഹം അടിച്ചേൽപ്പിക്കലല്ല. ജീവിതത്തിൽ ഇതുവരെ നാടകം കാണാത്തൊരു കുട്ടി എങ്ങനെ വീട്ടിൽ നിന്ന് നാടകം ഉണ്ടാക്കിക്കൊണ്ടുവരും, കഥാപ്രസംഗം ഉണ്ടാക്കിക്കൊണ്ടുവരും? അപ്പം അതുകൊണ്ട് കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് അവരുടെ കഴിവിനനുസരിച്ച് വിട്ടുകൊടുക്കുന്ന ടീച്ചറാണ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ടീച്ചർ. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞൊരാളാണ് വൈഗോട്സ്കി. അതുകൊണ്ടാണ് അതിൽ ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വന്നിട്ടുള്ളത്. എന്താണ് വന്നത്? ലക്ഷ്യനിർണയാവകാശം പഠിതാക്കൾക്ക്. രണ്ടാമത്തെ കാര്യം, വ്യത്യസ്ത വീക്ഷണകോണുകൾ അവതരിപ്പിക്കൽ. ഇത് നന്നായി മനസ്സിലാക്കി പോകണം. വ്യത്യസ്ത വീക്ഷണകോണുകൾ അവതരിപ്പിക്കൽ, ഡൈവർജൻറ്റ് തിങ്കിങ് എന്ന് പറയും. ഒരു എക്സാമ്പിൾ പറയാമോ? നിങ്ങളൊരു മാത്സ് ടീച്ചറാണെന്ന് വിചാരിക്കുക. മാത്സ് ടീച്ചർ ഒരു പ്രോബ്ലം ബോർഡിൽ എഴുതിയിട്ടു, അത് ആർക്കും അറിയില്ല. അപ്പോൾ ടീച്ചർ ഒരു മെത്തേഡിൽ അത് സോൾവ് ചെയ്തു, ഒരു രീതിയിൽ എല്ലാവരോടും അത് പകർത്തിയെടുക്കാൻ പറഞ്ഞു. അടുത്ത എക്സാമ്പിൾ ഇട്ടു. അപ്പോൾ ആ ക്ലാസ്സിലുള്ള ചില കുട്ടികൾ വേറെ രീതിയിൽ ചെയ്തു നോക്കി, അവരത് കൊണ്ടുവന്നു. നിങ്ങളെന്ത് ചെയ്യും? പണ്ടാണെങ്കിൽ അംഗീകരിക്കില്ല, ഇപ്പോഴാണെങ്കിലോ അംഗീകരിക്കണം. എന്തുകൊണ്ട്? പല രീതിയിൽ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാം, അല്ലേ? അതുകൊണ്ട് ഏത് രീതിയിൽ വേണമെങ്കിലും അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് വഴങ്ങുന്ന രീതിയിൽ കുട്ടികൾ ചെയ്യട്ടെ.
അല്ലേ? അതുകൊണ്ട് ഡൈവർജൻറ്റ് തിങ്കിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ് കൺസ്ട്രക്റ്റിവിസം ക്ലാസ്. ഇപ്പോൾ രണ്ടാമത്തെ പോയിന്റാണ് ഏത്? വ്യത്യസ്ത വീക്ഷണങ്ങൾ അവതരിപ്പിക്കാൻ. ഒരു ഉദാഹരണം കൂടി പറയാം. ഇന്ത്യയുടെ ഭൂപടം വരയ്ക്കണം. എന്താ വരയ്ക്കണ്ടേ? ഇന്ത്യയുടെ മാപ്പ്. നിങ്ങൾ കുരിശിട്ടിട്ട് വരച്ച് കാണിച്ചു കൊടുത്തു. കുട്ടി 3 നെട്ടിട്ട് വരച്ചു, ഒരു കുട്ടി. വേറൊരു കുട്ടി 8 നെട്ട് വരച്ചു. വേറെ കുട്ടി ജമ്മു കാശ്മീരിൽ നിന്ന് തുടങ്ങി വരച്ചു. വേറെ കുട്ടി കേരളത്തിൽ നിന്ന് തുടങ്ങി വരച്ചു. ചിലർ നടുക്കുന്ന് വരച്ചു തുടങ്ങി. പലതരത്തിൽ വരയ്ക്കാമല്ലോ ഇന്ത്യയെ. കുട്ടിക്ക് ഏതാണോ എളുപ്പം അത് തുടർന്നോട്ടെ എന്നൊരു കാഴ്ചപ്പാടാണ് കൺസ്ട്രക്റ്റിവിസം ക്ലാസ്സിലുള്ളത്. അതുകൊണ്ട് ഈ സെൻറ്റൻസ്, ഇപ്പോഴീ സെൻറ്റൻസ് രണ്ടാമത്തെ പ്രത്യേകത എന്താ? വ്യത്യസ്ത വീക്ഷണകോണുകൾ അവതരിപ്പിക്കാനുള്ള അവകാശം പുതിയ ക്ലാസ് റൂമിൽ കുട്ടികൾക്കുണ്ട്. 3, സ്വയം നിയന്ത്രിക്കുന്ന പഠിതാക്കൾ. എന്താ അത്? എന്തു തോന്നി അതെഴുതിയിട്ട്? സ്വയം നിയന്ത്രിക്കുന്ന പഠിതാക്കൾ. അച്ചടക്കം 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 എന്ന് പറയാറുണ്ടല്ലോ. ഇപ്പോഴത്തെ അച്ചടക്കത്തിൻ്റെ പേരെന്താ? വടിയില്ലല്ലോ, മിണ്ടാണ്ടിരുത്തലില്ലല്ലോ. സ്വയം നിയന്ത്രിത അച്ചടക്കം എന്നാണ് പുതിയ ടേം. സ്വയം നിയന്ത്രിത അച്ചടക്കം എന്ന് വെച്ചാൽ എന്താ? കുട്ടിക്ക് തോന്നണം എന്ത്? നമ്മൾ ക്ലാസ്സിൽ ബഹളം വയ്ക്കരുത്, നമ്മൾ ക്ലാസ്സിൽ ഒച്ചയുണ്ടാക്കരുത്, അത് മറ്റുള്ളവർക്ക് ശല്യമാവുന്നുണ്ട്, മാഷിക്കും അത് അസൗകര്യമാവുന്നുണ്ടെന്ന് കുട്ടിക്ക് തോന്നി. കുട്ടി സ്വയം അതിലേക്ക് വരണം. അങ്ങനെ വരണമെങ്കിൽ അധ്യാപകൻ അതിനനുസരിച്ച് ഉയരണം, അല്ലേ? അധ്യാപകൻ്റെ ക്വാളിറ്റി അതിൽ വളരെ നിർണായകമാണ്. നല്ല അധ്യാപകന് വിഷമിക്കുന്ന ഒരു കാര്യവും ക്ലാസ്സിലെ കുട്ടികൾ ചെയ്യില്ല. അപ്പം അതുകൊണ്ട് സ്വയം നിയന്ത്രിത അച്ചടക്കമാണ് ഇപ്പോഴത്തെ കൺസ്ട്രക്റ്റിവിസം ക്ലാസ്സിൻ്റെ പ്രത്യേകത. അപ്പോൾ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. 4, സ്വന്തം കണ്ടെത്തലുകളെ നിലവിലുള്ള വിജ്ഞാനവുമായി തട്ടിച്ചു നോക്കൽ. ഓരോന്നിനും ഞാൻ പറയുന്ന എക്സാമ്പിളുകൾ എഴുതി വെച്ച് പോകണം കേട്ടോ. ഇതുപോലെ ഏതെങ്കിലും എക്സാമ്പിൾ തരും, അതാണ് ചോദ്യത്തിലേക്ക് വരിക. ഒരു ഉദാഹരണം പറഞ്ഞാൽ വേഗം മനസ്സിലാവും. ഞാനൊരു സയൻസ് ക്ലാസ്സിൽ കുട്ടികളോട് പറഞ്ഞു, മക്കൾ ഗ്രൂപ്പുകളായി ഏത് ഇന്ധനമാണ് വീടുകളിൽ കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് കണ്ടെത്തണം. കണ്ടെത്തേണ്ട വർക്ക് എന്താ? വീട്ടിൽ ഉപയോഗിക്കുന്ന ഇന്ധനം. അപ്പോൾ കുറേ കുട്ടികൾ പോയത് ഒരു ഉന്നതിയിലേക്കാണ്. ഉന്നതി എന്ന് പറഞ്ഞാൽ അറിയോ? കോളനിക്ക് ഇപ്പോൾ പറയുന്ന പേരാണ് ഉന്നതി. അവിടേക്കാണ് പോയത്, ഉന്നതി. കുറേ കുട്ടികൾ പോയത് ഒരു ഫ്ലാറ്റിലേക്കാണ്. കുറേ കുട്ടികൾ പോയത് ഒരു ഗ്രാമത്തിലേക്കാണ്. അങ്ങനെ പല സ്ഥലത്തേക്ക് പോയി അവർക്ക് കിട്ടിയ വിവരങ്ങളുമായിട്ട് ക്ലാസ്സിൽ വന്നു. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയത് അടുപ്പ് ആണ്, വിറകടുപ്പാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. വേറൊരു ടീം പറയുകയാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഗ്യാസാണ്. വേറൊരു കൂട്ടർ കിട്ടിയത് മണ്ണെണ്ണ ആണ് ഉപയോഗിക്കുന്ന ഇന്ധനം. 3 ഉത്തരം കിട്ടി കുട്ടികൾ നിൽക്കുകയാണ്. അധ്യാപകനായ ഞാൻ എന്ത് ചെയ്യണം? കുട്ടികൾ ചോദിക്കുക, ഇതിലേതാ ശരി മാഷേ? നിങ്ങളും ശരി, നിങ്ങളും ശരി, നിങ്ങളും ശരി എന്ന് പറഞ്ഞിരുത്താം. പക്ഷേ നല്ലൊരു അധ്യാപകൻ, ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് അധ്യാപകൻ ചെയ്യേണ്ടത് എന്താണ്? ആർക്കും പറയാം. സാഹചര്യത്തിനനുസരിച്ചാണ് മക്കളെ ഉത്തരം വന്നത്. ദെൻ അതൊക്കെ അതൊരു നല്ലൊരു നിർദ്ദേശമാണ്. നിലവിലുള്ള വിജ്ഞാനം അതെവിടെ നിന്ന് കിട്ടും? പഞ്ചായത്തിൻ്റെ ആണെങ്കിൽ പഞ്ചായത്തിലുണ്ടാവും, കേരളത്തിൻ്റെ ആണെങ്കിൽ കേരളത്തിൻ്റെ സൈറ്റിലുണ്ടാവും, ഇന്ത്യയുടെ ആണെങ്കിൽ ഇന്ത്യയുടെ സൈറ്റിലുണ്ടാവും. അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മൾ വിഷയം നമ്മുടെ പഞ്ചായത്തിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നതാണെങ്കിൽ പഞ്ചായത്തിൽ പോയിട്ട് അതിൻ്റെ ആധികാരിക രേഖ എടുത്ത് നോക്കിയിട്ട് പറയണം, മക്കളെ നമ്മുടെ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വിറകടുപ്പാണ്, പക്ഷെ നിങ്ങൾക്ക് കിട്ടിയത് ഇന്നതുകൊണ്ടാണ്. അതാണ് നിലവിലുള്ള വിജ്ഞാനവുമായിട്ട്. അതാണ് ടീച്ചറുടെ ഡ്യൂട്ടി. അല്ലാണ്ട് നിങ്ങളും ശരി നിങ്ങളും ശരി എന്ന് പറഞ്ഞ് ഇരുത്തി അടുത്ത പാടെടുക്കുന്നല്ല. അപ്പോൾ ഏതൊരു അധ്യാപകനും ഏതൊരു വർക്ക് കുട്ടികൾക്ക് കൊടുത്താലും സമകാലീന വിവരങ്ങൾ കയ്യിലുണ്ടാവണം. അതാണ് ആ പോയിന്റ്. ക്ലിയറായെന്ന് വിചാരിക്കുന്നു. അടുത്ത പോയിന്റ് പറയേണ്ടതില്ല, സ്കഫോൾഡിങ്. അതിനി പറയേണ്ടതില്ല. കൺസ്ട്രക്റ്റിവിസം ക്ലാസ്സിലെ ഒരു പ്രത്യേകതയാണ് സ്കഫോൾഡിങ്. അടുത്ത പോയിന്റ് അധ്യാപിക കുട്ടിയോടൊപ്പം. അത് അത് വിശദീകരിക്കേണ്ടതില്ലല്ലോ, മനസ്സിലായില്ലേ? അത് അധ്യാപിക കുട്ടിയോടൊപ്പം സഹപഠിതാവാണ്, ഒന്നിച്ചാണ് പഠിക്കുന്നത്. ടീച്ചറും കുട്ടികളും ഒന്നിച്ചാണ് പ്രോജക്റ്റ് ചെയ്യുന്നത്, സെമിനാർ ചെയ്യുന്നത്, പരീക്ഷണം ചെയ്യുന്നത്. പണ്ട് ടീച്ചർ ഇവിടെ നിന്ന് ഒരു എക്സ്പെരിമെൻ്റ് കാണിക്കും, കുട്ടികൾ അവിടെ ഇരുന്ന് കാണലായിരുന്നു, അല്ലേ? അതൊരു നല്ല ക്ലാസ് ആയിരുന്നു പണ്ട്. ടീച്ചർ കുറേ പരീക്ഷണം കാണിച്ചു തരുന്നൊക്കെ നമ്മൾ വീട്ടിൽ ചെന്ന് പറയും. ഇപ്പോൾ നല്ല ടീച്ചർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. കുട്ടികളും ടീച്ചറും കൂടി വാ, നമുക്ക് ഒന്നിച്ച് വെള്ളം എടുക്കാം, ടെസ്റ്റ് ട്യൂബ് എടുക്കാം,
അവരൊന്നിച്ചിരുന്ന് ചെയ്യാണ്. ടീച്ചറും ചെയ്യുന്നുണ്ട്, കുട്ടിയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒന്നിച്ച് ചെയ്യുന്ന ഒരു രീതിശാസ്ത്രമാണ് കൺസ്ട്രക്റ്റിവിസം ക്ലാസ്സിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് അധ്യാപിക കുട്ടിയോടൊപ്പം എന്ന് എഴുതിയത്. കുട്ടിയുടെ മേലെയല്ല, കുട്ടിയോടൊപ്പം പഠിക്കുകയാണ്. തെറ്റുകളോടുള്ള സമീപനം. എന്താ തെറ്റുകളോടുള്ള സമീപനം? കുട്ടി ക്ലാസ്സിൽ തെറ്റിച്ചു വന്നു. നിങ്ങൾ ആ കുട്ടിയെ ഒരു പണ്ടൊക്കെ ആണെങ്കിൽ ഇൻഡൂടും, അല്ലെങ്കിൽ നോട്ട് ബുക്ക് വലിച്ചെറിയും, അല്ലെങ്കിൽ ആക്രോശിക്കും, ബെഞ്ചുമ്മ കയറ്റും, അങ്ങനെയൊക്കെയാണല്ലോ. ഇപ്പം എങ്ങനെയാണ് ചെയ്യുക? കുട്ടിക്ക് തെറ്റ് പറ്റിയാൽ തെറ്റുകളോടുള്ള സമീപനം എന്താണ്? കൺസ്ട്രക്റ്റിവിസം ക്ലാസ്സിൽ സ്വയം തിരുത്താനുള്ള അവസരം ഉണ്ടാക്കും, അല്ലേ? ഇപ്പോൾ വട്ടിട്ട് കൊടുക്കലൊക്കെ അല്ലേ? ഇതിലെവിടെയൊക്കെയോ നിനക്ക് കുറേ ശരിയായിട്ടുണ്ട്, അല്പം കൂടി ശരിയാക്കാനുണ്ട്. അതാണ് വാക്ക് തന്നെ. കുറേ ശരിയായിട്ടുണ്ട്, ഒരിത്തിരി കൂടി ശരിയായാൽ പൂർണ്ണമായിട്ട് ശരിയാവും. അല്ലാണ്ട് നിൻ്റെ ഒരെണ്ണം തെറ്റിയിട്ടുണ്ട്, അത് കണ്ടുപിടിക്കടാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ദേഷ്യപ്പെടുത്തി വിടുകയല്ല. അപ്പോൾ കുറേ ശരിയുണ്ടെന്നും ഞാൻ കുറേ മെച്ചപ്പെട്ടിട്ടുണ്ട്, എവിടെയോ ചെറിയൊരു അപാകതയെ എനിക്ക് സംഭവിച്ചിട്ടുള്ളൂ എന്നും സ്വയം കണ്ടെത്താം, കൂട്ടുകാരിൽ നിന്ന് പരിശോധിച്ച് കണ്ടെത്താം, ഇല്ലെങ്കിൽ ടീച്ചറിൽ നിന്ന് തന്നെ വന്നു നോക്കി മനസ്സിലാക്കാം. ഇതാണ് കൺസ്ട്രക്റ്റിവിസം ക്ലാസ്സിൻ്റെ ഒരു ആകത്തുക. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതിലെല്ലാ പോയിൻറ്സും നിങ്ങൾക്ക് പഠിക്കേണ്ടതില്ല. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ ഒരു കൺസ്ട്രക്റ്റിവിസം ക്ലാസ് എങ്ങനെയാണെന്നുള്ളൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിലേക്ക് നമ്മളെ നയിച്ചത് ആരാണെന്നാ പറഞ്ഞത്? വൈഗോട്സ്കിയാണ്. അദ്ദേഹത്തിൻ്റെ 3 പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? ഒക്കെ ഓർമ്മ വന്നില്ലേ? ഒരു കാര്യം കൂടി വൈഗോട്സ്കിയുടെ വിട്ടുപോയിട്ടുണ്ട്. അതിതാണ് റെസിപ്രോക്കൽ ടീച്ചിങ്. മലയാളം പ്രതിക്രിയാധ്യാപനം. റെസിപ്രോക്കൽ, RECIPROCAL, റെസിപ്രോക്കൽ ടീച്ചിങ്. ടീച്ചിങ്ങിനെ പറ്റിയാണ്. പ്രതിക്രിയാ അധ്യാപനം എന്നതുകൊണ്ട് വൈഗോട്സ്കി ഉദ്ദേശിക്കുന്നത് എന്ത് എന്നൊക്കെ പലപ്പോഴും മാറി മാറി ചോദിക്കാറുണ്ട്. വെരി ഗുഡ്. വായനാശീലം വളർത്താനുള്ള 4 ഘട്ടങ്ങളാണ് ഇതിൽ പറയുന്നത്. കുട്ടികൾക്ക് വായന ഒരു ശീലമായിട്ട് മാറണമെങ്കിൽ വായനാശീലം എന്ന് എഴുതിയാൽ മതി. അപ്പോൾ റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഉടനെ ഓർക്കേണ്ടത് എന്തിനെ പറ്റിയാ? വായന. കുട്ടികളുടെ മാത്രമല്ല, അധ്യാപകരുടെയും. അതിൻ്റെ 4 ഘട്ടങ്ങൾ: 1 ചോദിക്കൽ, 2 സംഗ്രഹിക്കൽ, 3 വിശദീകരിക്കൽ, 4 പ്രവചിക്കൽ. ചോദിക്കുക, സംഗ്രഹിക്കുക, വിശദീകരിക്കുക, പ്രവചിക്കുക. കുട്ടികളിൽ ആകാംക്ഷയുണ്ടാക്കാവുന്ന ചോദ്യങ്ങളും ആ ചോദ്യങ്ങൾക്ക് ശേഷം അതിനെക്കുറിച്ചുള്ളൊരു സംഗ്രഹവും, പിന്നെ അത് വിശദീകരിച്ച് പറയിപ്പിക്കലും, പിന്നെ അത് സംഭവിച്ചാൽ എന്തൊക്കെയാണ് നടക്കുക എന്നുള്ളൊരു ഭാവനയിലേക്ക് കുട്ടികളെ കടത്തിവിടുകയും ചെയ്യുന്ന എന്താ പറയുക, ഒരു റെസിപ്രോക്കൽ ടീച്ചിങ്ങിനെ കുറിച്ച് വൈഗോട്സ്കി പറഞ്ഞു വെച്ചിട്ടുണ്ട്. മലയാളം പ്രതിക്രിയാധ്യാപനം. ക്ലിയർ ആയില്ലേ? അടുത്തത് വൈഗോട്സ്കിയുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു തിയറി ഉണ്ട് അദ്ദേഹത്തിൻ്റെ. എന്താ തിയറിയുടെ പേര്? വൈഗോട്സ്കിയുടെ സോഷ്യോ കൾച്ചറൽ തിയറി. സോഷ്യോ കൾച്ചറൽ തിയറി ഓഫ് ലേണിംഗ്. അത് സാമൂഹിക സാംസ്കാരിക സിദ്ധാന്തം. മലയാളം സാമൂഹിക സാംസ്കാരിക സിദ്ധാന്തം. അതായത് ഒരു കുട്ടിയുടെ ജനന സമയത്ത് ആ കുട്ടിക്ക് കുറേ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അവൻ സാമൂഹ്യ ജീവിയാണ് ജനിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് കുട്ടി അറ്റൻഷൻ, സെൻസേഷൻ, പെർസെപ്ഷൻ, മെമ്മറി എന്നിവയിലൂടെ കടന്നു പോവുകയും, അത് നിങ്ങൾ വെറുതെ കേട്ടുപോയാൽ മതി. പിന്നീട് വലുതാവുമ്പോൾ കുട്ടി ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ്ങിലേക്ക്, സ്വതന്ത്ര ചിന്തയിലേക്ക് കടക്കുകയും ചെയ്യുന്നു. കുട്ടി ജനിക്കുമ്പോൾ തന്നെ ഒരു സോഷ്യൽ ബീയിങ് ആയി പെരുമാറുകയും പിന്നീട് വലുതാകുമ്പോൾ ഇൻഡിപെൻഡൻറ്റ്, സ്വതന്ത്രമായ ചിന്തയോടുകൂടി വളരുകയും ചെയ്യുന്നു എന്നൊരാശയമാണ് ഏത് തിയറി? അത് സ്ഥിരം ചോദിക്കാറ് ഈ തിയറി ആരുടെയാണെന്നാണ്. അപ്പോൾ അതിൻ്റെ പേരും വൈഗോട്സ്കിയും ഓർക്കുക. പിന്നെ 3 തരം ഭാഷയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. 3 തരം ഭാഷ. 1 ഉള്ളിലുള്ള ഭാഷ, 1 പരസ്പരമുള്ള ഭാഷ, 1 പുറത്തുള്ള ഭാഷ. ഇതാണ് കുട്ടിയിലെ വളർച്ചയിൽ ഭാഷാപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ. അത് വേറൊരു ദിവസം പറയേണ്ടതാണ്. ഉള്ളിലുള്ള ഭാഷ, ഇന്നർ സ്പീച്ച് എന്ന് പറയും. ഇന്നർ സ്പീച്ച്, അങ്ങനെ ഇംഗ്ലീഷ് എഴുതിയ വേഗം പിടികിട്ടും. ഇന്നർ സ്പീച്ച്. 1 ഇന്നർ സ്പീച്ച്, 2 പ്രൈവറ്റ് സ്പീച്ച്, 3 എക്സ്റ്റേണൽ സ്പീച്ച്. 3 തരം സ്പീച്ചുകൾ വൈഗോട്സ്കിയുടെ ആശയമാണ്. ഭാഷ കുട്ടി സ്വായത്തമാക്കുന്നത്. അതിന് അദ്ദേഹം ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊരു കുട്ടിയെ ശ്രദ്ധിക്കൂ. ആ കുട്ടി ഇഴഞ്ഞ് നടക്കുമ്പോൾ തൊട്ട് സംസാരിക്കാൻ ശ്രമിക്കും. പിന്നെ പിന്നെ എവിടെ നിന്നൊക്കെയാണ് ആ കുട്ടിക്ക് വാക്കുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്, അല്ലേ? അനർഗളമായിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ കുട്ടിയുടെ ഉള്ളിൽ തന്നെ ഭാഷയുണ്ടെന്നാണ് വൈഗോട്സ്കിയുടെ ഒരു നിലപാട്. അതുകൊണ്ടാണ് കുട്ടിക്ക് വളരെ വേഗത്തിൽ
ഭാഷാ സ്വാംശീകരണം നടത്താൻ സാധിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അതിന് 3 തരം സ്പീച്ചുകളായിട്ട് അദ്ദേഹം ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് ഇന്നർ സ്പീച്ച്, 2 പ്രൈവറ്റ് സ്പീച്ച്, 3 എക്സ്റ്റേണൽ സ്പീച്ച്. അപ്പോൾ വൈഗോട്സ്കിയുടെ ഇതല്ലാത്ത സ്പീച്ച് ഏത് എന്നൊക്കെ ചോദിക്കും, അല്ലെങ്കിൽ വൈഗോട്സ്കിയുടേതായ സ്പീച്ച് ഏത് എന്ന് ചോദിക്കുമ്പോൾ ഈ 3 സ്പീച്ചുകളുടെ പേരൊന്ന് ഓർത്തു വയ്ക്കുക. അത്രയും തൽക്കാലം ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ വൈഗോട്സ്കിയെ അവസാനിപ്പിക്കുകയാണ്. സ്കഫോൾഡിങ് പറഞ്ഞല്ലോ, അപ്പോൾ വൈഗോട്സ്കിയെ ഒന്ന് ഓർത്തു നോക്കിയേ. കുറേ പോയിന്റ്സ് ഉണ്ട്, അതിൽ എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. വൈഗോട്സ്കി എന്തായാലും കേട്ടറ്റിനും അതുപോലെ HSA UPSCക്കൊക്കെ സ്ഥിരം ഇഷ്ടപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഇനി ഇതൊന്ന് ഉൾക്കൊണ്ട് വായിച്ച് മനസ്സിലാക്കി വൈഗോട്സ്കിയെ ഒന്ന് റീപ്രൊഡ്യൂസ് ചെയ്യണം, പറഞ്ഞു നോക്കണം. എന്നാലേ ഈ പോയിന്റ്സുകളിലൂടെയൊക്കെ കടക്കുകയുള്ളൂ. അടുത്തത് മറ്റൊരു സയൻറ്റിസ്റ്റിനെ പരിചയപ്പെടുത്തുകയാണ്. പിയാഷെയാണ്. അപ്പോൾ സിനിമ മാറിയിട്ടോ. പിയാഷെ എന്നൊന്ന് ഇംഗ്ലീഷിൽ എഴുതാൻ അറിയാമോ? PIAGET. വായിക്കുക പിയാഷെ എന്നാണ്, എഴുതുക പിയാജെറ്റ് എന്നാണ് അല്ലേ. ഒരിക്കൽ പിയാഷെ എന്നൊക്കെ മലയാളത്തിൽ എഴുതി പഠിച്ചു പോയ ഒരു വിദ്യാർത്ഥി ക്വസ്റ്റ്യൻ പേപ്പറും കൊണ്ട് വന്നു. മാഷെ പിയാഷനെ പറ്റി ഒന്നും ചോദിച്ചില്ല കേട്ടോ, ഇദ്ദേഹത്തെ മാഷ് പറഞ്ഞില്ലല്ലോ. അങ്ങനെ ആവരുത് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഈ ടേം ശ്രദ്ധിക്കുക. അദ്ദേഹത്തെ പറയുന്നത് ജനറ്റിക് എപ്പിസ്റ്റിമോളജിയുടെ പിതാവെന്നാണ്. ഇദ്ദേഹം ഒരു സ്വിറ്റ്സർലൻഡുകാരനാണ്. ഇദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം ബുദ്ധി വളർച്ചാ സിദ്ധാന്തം എന്നാണ് മലയാളം. ബുദ്ധി വളർച്ചാ സിദ്ധാന്തം. ഇംഗ്ലീഷിൽ 2 പേരുണ്ട്: തിയറി ഓഫ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്, തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. രണ്ടും ഒന്ന് തന്നെയാണ്. പിയാഷെ നിങ്ങൾ ധാരാളം പഠിച്ചിട്ടുണ്ടാവും. ജ്ഞാനനിർമ്മിതിവാദത്തിൻ്റെ തുടക്കക്കാരനാണ്. മലയാളം ബുദ്ധി വളർച്ച സിദ്ധാന്തം. ക്ലിയർ ആയില്ലേ? അപ്പോൾ നേരത്തെ പറഞ്ഞ ആളുടെ തിയറി എന്തിയായിരുന്നു? വൈഗോട്സ്കിയുടെ മറന്ന സോഷ്യൽ കൾച്ചറൽ തിയറി. പിയാഷെയുടെ തിയറി ഓഫ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് അഥവാ തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. പ്രായമായവർക്ക് ഓർമ്മയിൽ നിൽക്കാൻ പലവട്ടം പറയേണ്ടി വരും കേട്ടോ. ഇത് 1936 ഇതിൽ അദ്ദേഹം ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ആ വാക്ക് സ്കീമ എന്നാണ്. സ്കീമ, SCHEMA. സ്കീമ എന്ന് എഴുതിയിട്ട് വട്ടത്തിലിട്ടോളൂ. എന്താണ് സ്കീമ എന്ന് ചോദിക്കാറുണ്ട്. എന്താ സ്കീമ? ആർക്കെങ്കിലും ഐഡിയ? അറിവിൻ്റെ ഏറ്റവും ബേസിക് യൂണിറ്റാണ്. അറിവിൻ്റെ ബേസിക് യൂണിറ്റാണ്. വൈജ്ഞാനിക അംശം എന്നൊക്കെ മലയാളത്തിൽ പറയാം. സ്കീമ എന്ന് കേട്ട് പേടിക്കണ്ട. അത് നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങളും കൊച്ചു അറിവുകൾ ചേർന്നാണല്ലോ. അങ്ങനെയുള്ള ഓരോ കൊച്ചു അറിവുകളെയുമാണ് എന്തെന്ന് പറയുക, സ്കീമ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ പിയാഷെ അതിൻ്റെ സ്ട്രക്ചറായിട്ട് വിശേഷിപ്പിച്ചത്. സ്ട്രക്ചർ, പഠനത്തിൻ്റെ സ്ട്രക്ചർ, കൊഗ്നീഷൻ്റെ സ്ട്രക്ചറായിട്ട് അദ്ദേഹം പറഞ്ഞത് ഇതാണ്. സ്കീമ പിടികിട്ടിയല്ലോ. സ്കീമയാണ് അറിവിൻ്റെ ഏറ്റവും ബേസിക് യൂണിറ്റ്. ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് നോളജ് എന്നൊക്കെ പറയും. ബേസിക് യൂണിറ്റ് ഓഫ് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് നോളജ് എന്നൊക്കെ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ പോട്ടെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ സ്കീമ എന്ന് പറയുന്നത് ശ്രദ്ധിക്കൂ, പിയാഷെ 3 ഘട്ടങ്ങളായിട്ടാണ് ഇതിനെ വേർതിരിച്ച് പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം സ്ട്രക്ചർ, പഠനത്തിൻ്റെ സ്ട്രക്ചർ, എങ്ങനെയാണ് പഠിക്കുക എന്നുള്ളത്. അതിൽ അദ്ദേഹം വിശദീകരിച്ച ഒരാശയമാണ് നമ്മളിപ്പോൾ പറഞ്ഞ സ്കീമ. രണ്ടാമത് അദ്ദേഹം പറയാൻ പോകുന്നത് കൊഗ്നീഷൻ്റെ ഫങ്ഷൻസ് ആണ്. ഫങ്ഷൻസ് എന്ന് എഴുതിക്കോളൂ. ഫങ്ഷൻസിന് അദ്ദേഹം 2 ടേം പറഞ്ഞിട്ടുണ്ട്. ആ 2 ടേമും മാറി മാറി ചോദിക്കാറുണ്ട്. ഒന്ന് അസിമിലേഷൻ, 2 അക്കമഡേഷൻ. അസിമിലേഷനും അക്കമഡേഷനും അതെന്താ സംഭവം? അസിമിലേഷൻ്റെ മലയാളം അറിയാമോ? സ്വാംശീകരിക്കുക. അപ്പം നിങ്ങളിവിടെ ഇരുന്ന് പല കാര്യങ്ങളും കേട്ട് സ്വാംശീകരിക്കുന്നുണ്ട്. ആ സ്വാംശീകരിക്കുന്നതിനെ പറയുന്ന പേരാണ് അസിമിലേഷൻ. ഏതൊരു കുട്ടിയും ഏതൊരു കൊച്ചു കാര്യം കേട്ടു അതുമായിട്ട് കമ്പയർ ചെയ്ത് അവൻ മറ്റൊരറിവിലേക്ക് കടക്കുകയാണ്, അങ്ങനെ ബന്ധിപ്പിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് അറിയുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതും നിങ്ങളിപ്പോൾ ഇവിടെ കേൾക്കുന്ന കാര്യങ്ങളും തമ്മിൽ ബന്ധിപ്പിച്ച് സ്വാംശീകരിക്കുകയാണ്. അതിനെയാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. ക്ലിയറായോ? എന്നാൽ അക്കമഡേഷൻ, അതിൻ്റെ മലയാളം, അസിമിലേഷൻ സ്വാംശീകരണമാണ്, അക്കമഡേഷൻ
സംസ്ഥാപനം എന്നൊക്കെയാണ് അതിൻ്റെ ഒരു മലയാളം ടേം കണ്ടത്. സംസ്ഥാപനം, അക്കമഡേഷൻ. അതായത് നിങ്ങൾക്കറിയുന്ന ഒരു കാര്യം വെച്ച് ഇവിടെ പറയുന്ന ഒരു കാര്യവും കണക്ട് ചെയ്തു, നിങ്ങൾ അത് മനസ്സിലാക്കി, സ്വാംശീകരിച്ചു. പിന്നീട് അതിൽ നിന്ന് നിങ്ങൾക്കൊരു തെളിച്ചമുണ്ടായി, ഒരു തിരിച്ചറിവുണ്ടായി. അപ്പോൾ നിങ്ങൾ പുതിയൊരു അറിവ് ഉൽപ്പാദിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു പുതിയ അറിവ് ഉൽപ്പാദിപ്പിക്കുന്നതിനെയാണ് എന്ന് പറയുക അക്കമഡേഷൻ എന്ന് പറയുന്നത്. അക്കമഡേഷൻ, പുതിയ അറിവുകൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ നമ്മൾ പിയാഷയെക്കുറിച്ച് പറയുന്നു. പിയാഷയുടെ സ്ട്രക്ചറായ സ്കീമയെക്കുറിച്ച് ആദ്യം പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞത് പിയാഷയുടെ ഫങ്ഷൻസ്, കൊഗ്നിഷൻ്റെ ഫങ്ഷൻസ്. 2 കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഏതൊക്കെയാണ്? അസിമിലേഷനും അക്കമഡേഷനും. ഇതൊക്കെ വീട്ടിൽ പോയി ഒന്ന് വിടർത്തി പഠിച്ച് ഉൾക്കൊള്ളണം കേട്ടോ. 3ാമത്തെ കാര്യം, വളരെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്കറിയുന്ന കാര്യം, അതാണ് ഡെവലപ്മെൻറ്റ്. പിയാഷെ 4 ഘട്ടങ്ങളിലൂടെയാണ് ഒരാൾ പഠിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. 4 ഘട്ടങ്ങൾ. വൈജ്ഞാനിക വികാസ ഘട്ടങ്ങൾ എന്ന് പറയും അതിനെ. വൈജ്ഞാനിക വികാസ ഘട്ടങ്ങൾ. ആ 4 ഘട്ടങ്ങൾ പറഞ്ഞ് നമുക്ക് ഇൻ്റർവെൽ ആകാം. 1ാമത്തെ ഘട്ടം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഇന്ദ്രിയ ചാലക ഘട്ടം എന്നൊക്കെ പറഞ്ഞിരുന്നത്. സെൻസറി മോട്ടോർ സ്റ്റേജ്. സെൻസറി മോട്ടോർ സ്റ്റേജ് ഭംഗിയായിട്ട് എഴുതണം. 1 സെൻസറി മോട്ടോർ സ്റ്റേജ്. എത്ര വയസ്സ് വരെയാ? അതൊക്കെയാണ് ചോദിക്കുക. 0 തൊട്ട്, 0 എന്ന് പറഞ്ഞാൽ എപ്പോഴാ? ജനിച്ച് കഴിഞ്ഞിട്ടാണോ? ഗർഭാവസ്ഥയിലാവുമ്പോൾ തൊട്ട് 2 വയസ്സാകുന്നത് വരെ. 0 തൊട്ട് 2 വയസ്സ് വരെയാണ് ഈ ഘട്ടം. ഏത് ഘട്ടം? സെൻസറി മോട്ടോർ സ്റ്റേജ്. നോക്കൂ, ആ ഘട്ടം സെൻസുകൾ, സെൻസ് എന്ന് വെച്ചാൽ സെൻസ്, ഇന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ. ഏതൊക്കെയാ പഞ്ചേന്ദ്രിയം? കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, അല്ലേ? ഇതെല്ലാം നന്നായിട്ട് ആക്റ്റീവ് ആകുന്നൊരു സമയമാണ്. ഏത് പ്രായം? 2 വയസ്സിന് മുമ്പുള്ള പ്രായം. ഇതിന് അദ്ദേഹം വീണ്ടും 6 ഘട്ടങ്ങളായിട്ട് ഉപഡിവിഷനുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ പഠിച്ചാകെ കൺഫ്യൂഷൻ ആക്കണ്ട. അതുകൊണ്ട് ഞാനത് പറയുന്നേ ഇല്ല. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, കണ്ണിൻ്റെ ശേഷി വർദ്ധിപ്പിക്കാൻ എന്താ ചെയ്യുക? നിങ്ങൾ കാണാറുണ്ടോ, നിരീക്ഷിക്കാറുണ്ടോ ശരിക്കും? നിങ്ങളുടെ വീടിന് എത്ര വാതിലുകളുണ്ട്? എത്ര ജനൽപ്പാളികളുണ്ട്? ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ എത്ര ചവിട്ടുപടി കയറി വന്നു? എന്നും കാണുന്ന കാക്കയ്ക്ക് എത്ര വിരൽ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോഴാണ് നാം ഇനി അത് ശ്രദ്ധിക്കണം എന്ന് തോന്നുക, അല്ലേ? അപ്പോൾ കാണുന്നുണ്ട്, പക്ഷെ നാം നിരീക്ഷിക്കുന്നില്ല. ഞാനൊരു എക്സാമ്പിൾ ഇപ്പോൾ പറയാം. അത് നിങ്ങൾക്ക് ഈ കണ്ണിൻ്റെ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് ചെയ്യുന്നൊരു ആക്ടിവിറ്റി ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ പുസ്തകത്തിൽ. അത് ശ്രദ്ധിക്കൂ. നോക്കൂ, ഇതെന്താണ്? ഇതിലേക്കിട്ടു കേട്ടോ, കാണുന്നുണ്ടല്ലോ. ഇതെന്താണ്? ഇതിലേക്കിട്ടു. ഇതെന്താണ്? ഇതിലേക്കിട്ടു. ഇതെന്താണ്? ഇതിലേക്കിട്ടു. ഇതെന്താണ്? ഇതിലേക്കിട്ടു. ഇതെന്താണ്? ഇതിലേക്കിട്ടു. ഇതെന്താണ്? ഇതിലേക്കിട്ടു. ഞാൻ ഇട്ട സാധനങ്ങൾ ഇട്ട ക്രമത്തിൽ പറയാൻ പറ്റുന്നവർ കൈവക്കൂ. കുട്ടികൾ എന്തു പറയും ഇങ്ങനെ ചെയ്താൽ? മാഷ് ഒന്നും കൂടി ഇടാൻ പറയും. ഒന്നും കൂടി ഇടുമ്പോൾ ഞാൻ വീണ്ടും ക്രമം തെറ്റിച്ചിടും. നോക്കൂ, ഇതാണ് കാഴ്ച, നിരീക്ഷണ പാടവം വർദ്ധിപ്പിക്കാനായിട്ട് ചെയ്യേണ്ട ആക്ടിവിറ്റി. ഇതുപോലെ ഓരോ ഇന്ദ്രിയത്തിനും ആക്ടിവിറ്റി ഉണ്ട്, നമുക്ക് അതിന് സമയപരിമിതിയുണ്ട്. അപ്പോൾ 1ാമത്തെ ഘട്ടമാണ് സെൻസറി മോട്ടോർ സ്റ്റേജ്. അത് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു പഞ്ചേന്ദ്രിയ പരീക്ഷണം നടത്തിയത്. അങ്ങനെ ഓരോന്നിനും ഉണ്ട് കേട്ടോ. 2ാമത്തെ സ്റ്റേജ് നിങ്ങൾ എഴുതൂ ഓർമ്മയിൽ നിന്ന്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. മനോവ്യാപാര പൂർവ്വഘട്ടം. മനോവ്യാപാര പൂർവ്വഘട്ടം. അത് എത്ര വയസ്സ് തൊട്ട് എത്ര വയസ്സ് വരെയാ? 2 to 7. 2 to 7. 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടിയുടെ കാലത്തെയാണ് അദ്ദേഹം ഇങ്ങനെ വിവക്ഷിച്ചത്. എങ്ങനെ പേരിട്ടത്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. അപ്പോൾ 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്തൊക്കെ ഉണ്ടാവുമെന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നറിയാമോ? അവർ പഞ്ചേന്ദ്രിയ വികാസത്തിനോടൊപ്പം കുട്ടികൾ ലോകത്തെ മനസ്സിലാക്കി തുടങ്ങും. ലോകത്തെ അടുത്ത്, അകലെ, വലുത്, ചെറുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ പ്രായത്തിലാണ് അവർക്ക് തിരിച്ചറിവുണ്ടാവുന്നത്. ഇമേജുകൾ, അങ്ങനെയൊക്കെയുള്ള ഭാവനകളുടെയൊക്കെ ലോകത്തേക്ക് പോകുന്ന ഒരു പ്രായമാണ് ഈ പ്രായം, 7 വയസ്സ് വരെയുള്ള പ്രായം.
അതിനാണ് അദ്ദേഹം പേരിട്ടത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. അപ്പോൾ 2 തൊട്ട് 7 വരെ. അപ്പോൾ ചിലപ്പോൾ ചോദിക്കുക എങ്ങനെയായിരിക്കും എന്നറിയോ, പിയാഷെ 5 വയസ്സായ ഒരു കുട്ടിയെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അത് ഏത് ഘട്ടത്തിൽ പെടുന്നു? ഏത് ഘട്ട? 2 തൊട്ട് 7 വയസ്സ് വരെ ഏത് ഘട്ട? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇനി 3ാമത്തെ സ്റ്റേജ് അത് 7 വയസ്സ് തൊട്ട് 11 വയസ്സ് വരെയാണ്. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ഇതൊക്കെ അന്ന് പഠിച്ച് ഫുൾ മാർക്ക് വാങ്ങിയതാ BEdനും TTCക്കും. പിന്നെ അപ്പം അവിടെ ഇട്ടു ഈ സാധനം 7 തൊട്ട് 11 വയസ്സ് വരെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. അവിടെയാണ് കുട്ടികൾ ലോജിക് പ്രശ്ന വിശകലനമൊക്കെ നടത്തുന്ന സമയം. യുക്തിപരമായിട്ട് ചിന്തിക്കുക, തർക്കിക്കാനൊക്കെ വരിക, പ്രശ്നങ്ങളൊക്കെ തന്നെ അപഗ്രഥിക്കാനും വിശകലനം ചെയ്യാനൊക്കെയുള്ള കഴിവ് വർദ്ധിപ്പിക്കുന്നത് ഈ പ്രായത്തിലാണ്. 7 തൊട്ട് 11 വയസ്സ് വരെയുള്ള സമയത്താണ്. ആ സ്റ്റേജിൻ്റെ പേരാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. രൂപാത്മക വ്യാപാരഘട്ടം എന്നൊക്കെയാണ് മലയാളം. 4 അവസാനത്തെ സ്റ്റേജ് ലോജിക്കൽ തിങ്കിങ്ങും പ്രശ്ന വിശകലനവും പ്രോബ്ലം സോൾവിങ് ഒക്കെ അതിലാണ് വരുന്നത്. 4ാമത്തെ സ്റ്റേജ്, ലാസ്റ്റ് സ്റ്റേജ് ഏതാ? ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് അത് ഔപചാരിക മനോവ്യാപാര ഘട്ടം. ഔപചാരികമാണ്, ഫോർമലാണ്. ആ സമയത്ത് കുട്ടി ആശയപരമായ വളർച്ച നേടുന്നു, പലതരം ആശയങ്ങൾ കുട്ടി ഉൾക്കൊള്ളുന്നു. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. 4 ഘട്ടങ്ങളും പിടികിട്ടിയോ? 12 മുതൽ മുകളിലോട്ട് മരണം വരെ. 12 പ്ലസ് നിട്ടാൽ മതി. 12 മുതൽ മുകളിലോട്ടല്ല. ഇപ്പം നിങ്ങളൊക്കെ ഈ ഘട്ടത്തിലാണ്. പിയാഷയുടെ അഭിപ്രായത്തിൽ ഈ ഘട്ടത്തിലാണ് നിങ്ങൾ ആശയങ്ങൾ. അതിൻ്റെ പ്രത്യേകതയാണ് ഞാൻ സൂചിപ്പിച്ചത്, അബ്സ്ട്രാക്റ്റ് കൺസെപ്റ്റ് ഉണ്ടാക്കുന്ന സമയം. എക്സാമ്പിൾ ഇപ്പോൾ ഉദാഹരണം സാമ്പത്തിക ശാസ്ത്രം, അല്ലെങ്കിൽ ജനാധിപത്യം എന്താണ്, വർഗീയത എന്താണ്, അങ്ങനെയൊക്കെയുള്ള വളരെ വിശാലമായ വിഷയങ്ങളൊക്കെ എടുത്ത് ഉൾക്കൊള്ളാനും അതിനെ വിശദീകരിക്കാനും ഒക്കെ സാധിക്കുന്നൊരു സമയം. ഇനി ഈ പിയാഷയെ പറയുന്ന ചില കാര്യങ്ങൾ പറയാം. കുട്ടി ഏകാഗിയായ ഗവേഷകൻ എന്ന് വിശേഷിപ്പിച്ചത് ഇദ്ദേഹമാണ്. കുട്ടി അറിവിൻ്റെ നിർമ്മാതാവാണ്. കുട്ടി ഒഴിഞ്ഞ പാത്രമല്ല. അനുഭവങ്ങളിലൂടെ അറിവുണ്ടാകുന്നു. പരിസരവുമായി സംവദിക്കുമ്പോൾ പഠനം നടക്കുന്നു. പ്രക്രിയാധിഷ്ഠിത പാഠ്യപദ്ധതി, പ്രോസസ് ഓറിയൻറ്റഡ്, പ്രക്രിയാധിഷ്ഠിത പഠന രീതി. പിന്നെ നമുക്കറിയുന്ന പോലെ കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അത് വീണ്ടും എഴുതണ്ടല്ലോ. എന്തൊക്കെയാണ്? ശിശു കേന്ദ്രീകൃതം, പ്രവർത്തനാധിഷ്ഠിതം എന്നൊക്കെ പറഞ്ഞ് നമ്മളത് എഴുതിയില്ലേ. സഹപഠിതാവാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇദ്ദേഹത്തിനും ബാധകമാണ്. ആർക്കും? പിയാഷയ്ക്കും. നേരത്തെ ആരെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് അത് പറഞ്ഞത്? വൈഗോട്സ്കി. ഇപ്പോൾ വൈഗോട്സ്കിയും പിയാഷയും ഒക്കെ തന്നെ ഏതാണ്ട് ചിന്താഗതിക്കാരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇരുവർക്കും ഒരുപാട് സാമ്യങ്ങൾ കാണാൻ സാധിക്കും. ആ സാമ്യങ്ങളാണ് നാം ഇപ്പോൾ പറഞ്ഞ കൺസ്ട്രക്റ്റിവിസം. അതിൽ കേമനായി നിൽക്കുന്നത് വൈഗോട്സ്കി ആണെങ്കിലും ഇദ്ദേഹമാണ് കുറേ പുതിയ നിർദ്ദേശങ്ങൾ ആദ്യമായിട്ട് എഴുതി അവതരിപ്പിച്ചത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു സംഭാവനയുണ്ട്, അത് ഒരു പ്രധാനപ്പെട്ട ടേമാണ്. നമ്മൾ വൈഗോട്സ്കിയുടെ ഒരു ടേം പറഞ്ഞില്ലേ, റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറഞ്ഞ പോലെ പിയാഷയുടെ ഒരു ടേമാണ് ഈഗോ സെൻട്രിസം. ഈഗോ സെൻട്രിസം, CENTRISM. ഈഗോ സെൻട്രിസം ആർക്കെങ്കിലും അറിയാമോ? ഈഗോ സെൻട്രിസം അഹം കേന്ദ്രീകൃത സ്വഭാവം എന്നൊക്കെയാണ് മലയാളം. അഹം കേന്ദ്രീകൃത സ്വഭാവം വല്ലതും മനസ്സിലായോ? വാക്കൊക്കെ കേട്ടാൽ വലിയ വാക്കാ, സിമ്പിൾ കാര്യമാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ വേഗം പിടികിട്ടും. ഞാൻ ഇന്ന് രാവിലെ ഞങ്ങളുടെ പടിഞ്ഞാറയിലൊരു കുട്ടി വീട്ടിൽ വന്നു. എന്നിട്ട് അത് പേപ്പറൊക്കെ എടുത്ത് ഇങ്ങനെ വായിക്കുകയാണ്. ഇതെന്താണ് മാഷേ എന്നെ ചോദിക്കുക. അപ്പം ഞാൻ അപ്പുറത്തിരുന്ന് പേപ്പർ വായിക്കുക, ഇവൻ ഇപ്പുറത്തിരുന്ന് പേപ്പർ വായിക്കുക. അപ്പോൾ ഈ കുട്ടി ഈ പേപ്പർ ഇങ്ങനെ കാണിച്ചിട്ടല്ല ചോദിക്കുന്നത്, മാഷേ ഇതെന്താണെന്നല്ല ചോദിക്കുന്നത്. ആ കുട്ടി ചോദിക്കുന്നത് ഇതെന്താണ് മാഷേ ഈ വാക്ക്. കണ്ടോ? അതാണ് കുട്ടിയുടെ ഒരു പ്രത്യേകത. കുട്ടിക്ക് മറ്റുള്ളവർ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ളൊരു സമയമായിട്ടില്ല. അത്രയും ചെറിയ കുട്ടിയാണ്. വളരുമ്പോഴാണ് ആ കുട്ടിക്ക് മനസ്സിലാവുക ഇതിങ്ങനെയല്ല ചോദിക്കേണ്ടത്, ഇങ്ങോട്ട് തിരിച്ച് കാണിക്കണമെന്ന്. ഇങ്ങനെ സ്വയം മനസ്സിലാക്കി പറഞ്ഞു പോകുന്ന രീതിക്കാണ് എന്തെന്ന് പറയുക, ഈഗോ സെൻട്രിസം. താനും ലോകവുമായി ബന്ധമില്ല, അതാണ് അതിൻ്റെ ഒരു ഡെഫിനിഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. കുട്ടിയും ലോകവുമായി ബന്ധമില്ല, മറ്റുള്ളവരെ കുറിച്ചൊന്നും കുട്ടി ചിന്തിക്കുന്നില്ല.
കുട്ടിയുടെ തലത്തിൽ നിന്ന് പറയും. അങ്ങനെ പല കാര്യങ്ങളും ഇതിനേക്കാൾ നല്ല ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. ആ ഉദാഹരണം അവിടെ എഴുതി വെച്ച വേഗം പിടികിട്ടും കേട്ടോ. ഈഗോ സെൻട്രിസം. ഇതുപോലെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ തരും, എന്നിട്ട് ഇത് പിയാഷയുടെ ഈഗോ സെൻട്രിസത്തിന് ഉദാഹരണമാണ് എന്ന് പറയും. അങ്ങനെ ഉദാഹരണം ആയതും അല്ലാത്തതുമായത് തരും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ 2 പേരെയാണ് പരിചയപ്പെടുത്താൻ ശ്രമിച്ചത്. ആദ്യം വൈഗോട്സ്കി, പിന്നെ പിയാഷെ. ഈ 2 ആൾ വന്നപ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ടോ? ഇല്ലല്ലോ. ഇനി അത് ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളിരുന്ന് കേൾക്കുക മാത്രമാണ് ചെയ്തത്. ഇനി നിങ്ങളിരുന്ന് ഒരു ഹോംവർക്ക് നടത്തണം. നിങ്ങളിരുന്ന് ഇതിനെ ഒരു പ്രത്യേക നോട്ടാക്കി ഒരു കുറിപ്പാക്കി മാറ്റുമ്പോഴാണ് അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുക. അതിൻ്റെ ഒരു പ്രക്രിയ നടത്തണം. അതിനുശേഷം നമുക്ക് ബന്ദൂരെയും ഗാഗിനെയും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം.